ഓണത്തിൻ്റെ തലേദിവസം തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ ഞാൻ. എല്ലാ പച്ചക്കറികളുടെയും തൊലിയെല്ലാം ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളും. കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വലിയ രീതിയിൽ ഓണമൊന്നും ആഘോഷിക്കുന്നില്ല, എന്നാലും നമ്മളെ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇഞ്ചിപ്പുളിയൊക്കെ തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇഞ്ചിയുടെ തൊലിയെല്ലാം കളയുകയാണ് കേട്ടോ ഞാൻ. ഇഞ്ചിപ്പുളിയും പച്ചടിയും നമ്മൾ രാത്രി തന്നെ തയ്യാറാക്കി വെക്കുകയാണ്. ചോപ്പർ വാങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ക്രഷ് ചെയ്തെടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച രൂപത്തിൽ തന്നെ ഇഞ്ചി നല്ല കനം കുറഞ്ഞ് കുനുകുനാന്നായി വന്നിട്ടുണ്ട്. ചോപ്പർ എന്തായാലും കൊള്ളാട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനും അതുപോലെ കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ കൊത്തി എരിയണമെങ്കിലൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇഞ്ചി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് ചതഞ്ഞ് ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കുകയാണ്, അതും ഇഞ്ചിപ്പുളിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും തൊലി കളയലാണ് എൻ്റെ ജോലി. അമ്മയ്ക്ക് അരിയലും കുക്കിങ്ങും ഒക്കെ അമ്മ തന്നെ ചെയ്യണം. നാളെ അവിയൽ ഉണ്ടാക്കാനുള്ള മുരിങ്ങക്കായുടെ തൊലിയെല്ലാം ഇവിടെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ അപ്പോഴത്തേക്കും പച്ചടി ഇവിടെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വറവിടൽ പരിപാടിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. തലേ ദിവസമാണ് പച്ചടിയും നമ്മൾ ഇഞ്ചിപ്പുളിയും പൊതുവെ എപ്പോഴും ഉണ്ടാക്കി വെക്കുക. സത്യം പറയാൻ ഇഞ്ചിപ്പുളി കിടിലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നേ. ടേസ്റ്റ് ചെയ്യാൻ അമ്മ കുറച്ച് തന്നിരുന്നു, മധുരം ഉണ്ടോ എരിവ് കൂടുതലാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല എല്ലാം പാകത്തിനായിരുന്നു. പിന്നെ അടുത്ത വറവിടൽ പരിപാടി നമ്മുടെ പച്ചടിക്കുള്ളതാണ് കേട്ടോ. പച്ചടിയൊക്കെ തലേന്ന് ഉണ്ടാക്കി വെക്കുമ്പോഴാണ് പിറ്റേ ദിവസത്തിന് നല്ല രുചിയാവുന്നത്. നമ്മളിപ്പോൾ തന്നെ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഒരു 10-11 മണിയായിട്ടുണ്ട് അമ്മ ഈ ഇഞ്ചിപ്പുളിയും പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ. അങ്ങനെ പച്ചടിയും ഇഞ്ചിപ്പുളിയും റെഡി ആയിട്ട് നമുക്കിനി അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. എല്ലാം നിരന്ന് കിടക്കുകയാണ്. പച്ചടിയിലേക്ക് വറവിട്ടതെല്ലാം ചേർത്ത് കൊടുത്തിട്ടോ, കറിവേപ്പിലയും വറ്റൽമുളകും കടുകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. പണ്ടൊന്നും എനിക്ക് ഈ പച്ചടിയോട് വലിയ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, ഞാൻ അങ്ങനെ കൂട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂട്ടി തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നിങ്ങൾ ആ ഉറക്കം കാണുന്നില്ലേ, കണ്ണ് തൂങ്ങി വരികയാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്കൊരു കമ്പനി ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വലിയ ജോലികളൊന്നും ചെയ്യുന്നില്ല. അമ്മ പറയുന്നുണ്ട് പോയി കിടന്നു, എന്നാലും ഞാൻ അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യല്ലേ എന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് പച്ചടി കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കറക്റ്റായിരുന്നു. പിന്നെ അമ്മ എന്ത് വെച്ചാലും ഒക്കെ കറക്റ്റായിരിക്കും. ഞാൻ പറഞ്ഞു കൊടുത്തത് കൊളാക്കാണ്ടിരുന്നാൽ മതി. നാളെ നമ്മൾ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പയറിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ അത് അരിഞ്ഞാൽ മതി, കഴുകി അരിയണം. പിന്നെ വേസ്റ്റ് എല്ലാം ഒരു കവറിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ എടുത്ത് കളയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ കവറിൽ വെച്ചിട്ട് തന്നെ എല്ലാം നന്നാക്കിയത്. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്, ചോറെല്ലാം തിന്നിട്ട്. പിന്നെ അടുക്കളയിലെ ജോലികളെല്ലാം ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഡ്രസ്സെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ അപ്പൂനും കുഞ്ഞൂനും നാളെ അമ്പലത്തിലേക്ക് പോകാനുള്ള കോടികളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുണ്ട് പഴയ മുണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ മുണ്ടൊന്നും വാങ്ങിയില്ല, രണ്ടാക്കും പാൻറ്റാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പാൻറ്റ് അമ്പലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, മുണ്ടും ഷർട്ട് പുതിയ തന്നെ എടുത്തു. ഇതാണ് രണ്ടാളെ ഷർട്ട് കേട്ടോ. അപ്പൂന് നമ്മൾ ആദ്യം ആ ഒരു കടുത്ത കാപ്പി കളറായിരുന്നു ഷർട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാറ്റി കേട്ടോ, അത് അവന് ഭയങ്കര വലിപ്പമായിപ്പോയി. അവന് 2 ജോഡി ഉണ്ടായിരുന്നു ഷർട്ട്, അപ്പോൾ നമ്മളത് മാറ്റി. പിന്നെ ഇത് എനിക്കുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുകയാണ്. ഇത് നമ്മളന്ന് സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ്, ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഓണത്തിന് കോടിയായിട്ട് നമ്മൾ പുതിയതൊന്നും ഓണക്കോടി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇതുവരെ ഇടാത്ത ഒരു ജോഡി ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും പുതിയതാണല്ലോ, അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ചുരിദാർ. പിന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെക്കുന്നുണ്ട്. സ്ലൈഡ് അടക്കെടുത്ത് വെക്കുന്നുണ്ട്. തുരുമ്പ് പിടിച്ചാലും കളയാത്ത കുറേ ക്ലിപ്പുകളും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ക്ലിപ്പും സ്ലൈഡൊക്കെ തുരുമ്പ് പിടിച്ചാലും കളയാൻ ഭയങ്കര എന്താ പറയുക ഒരു വിഷമാണ്. അപ്പോൾ അത് അങ്ങനെ അവിടെ വെക്കും ഞാൻ ഇട്ടില്ലെങ്കിലും. പിന്നെ പൊട്ട് എല്ലാം സെറ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട്. കണ്ണാടി ചില്ല് കണ്ടില്ല, അത് കണ്ണാടിയായിരുന്നു, അതെൻ്റെ കുഞ്ഞ് പൊട്ടിച്ചിട്ട് ഇപ്പോൾ ചില്ല് മാത്രമുണ്ട്. അതിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ട്, അത് ഒട്ടിക്കണം കേട്ടോ. അങ്ങനെ എല്ലാം വേണ്ട സാധനങ്ങളും നമ്മൾ ഫ്രണ്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി രാവിലെ ഞാൻ ഇതിൻ്റെ പുറകെ ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് മാച്ചായിട്ടുള്ളൊരു നെയിൽ പോളിഷും എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇന്ന് തന്നെ ഇടണം കേട്ടോ, രാത്രി തന്നെ ഇട്ട് വെക്കണം. രാവിലെ ഇതൊന്നും ഇടാൻ സമയം കിട്ടില്ല. പിന്നെ പൗഡർ നമ്മൾ യാഡ്ലിൻ്റെ പുതിയത് വാങ്ങിയിട്ടുണ്ട്, മറ്റേത് കുഞ്ഞുണ്ണി കൊട്ടി കഴിച്ചു അങ്ങനെ പറയാം. അങ്ങനെ പുതിയത് വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നാളെ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ അമ്മ അടുക്കളയിൽ പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം കച്ചറായി കിടക്കാൻ പാടില്ലല്ലോ. നാളത്തെ ദിവസം പ്രത്യേകിച്ച് നമ്മൾ വൃത്തിയേടാക്കി ഇടാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം അമ്മ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അടിച്ച് വാരി ഒന്ന് തുടച്ചും കൂടെ ഇട്ടിട്ടാണ് അമ്മ കിടന്നത്. ഞാൻ അടിച്ച് വരാനൊന്നും പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ല. നീ പോയി കിടന്ന സമയം കുറേ ആയില്ലേന്ന് അമ്മ പറയുന്നത്. എന്നാലും എനിക്ക് സമാധാനം ഇല്ലാണ്ട് ഞാൻ അങ്ങനെ നിന്നു അമ്മയുടെ ജോലി കഴിയുന്നവരെ. സമയം 1 മണിയാവാൻ നേരത്താണ് ഞാൻ കിടക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.